ഹലോ ഓൾ. അപ്പം ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പം നമ്മളെല്ലാവരും ലൈഫിൽ പല സമയങ്ങളിൽ പല എക്സാംസ് എഴുതിയിട്ടുണ്ടാവും അല്ലേ. അപ്പോൾ എക്സാം എഴുതുന്ന സമയത്ത് നിങ്ങൾക്ക് എപ്പോഴെങ്കിലും ഫുള്ളായിട്ടൊരു ബ്ലാങ്ക് ആയിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ഉണ്ടായിട്ടുണ്ടോ? അതായത് നമ്മൾ ക്വസ്റ്റ്യൻ പേപ്പർ കാണുന്നു, നമ്മൾ പഠിച്ച കാര്യങ്ങളെല്ലാം നമ്മൾ തലേന്നൊക്കെ പഠിച്ചതായിരിക്കും, നന്നായിട്ട് റിവൈസ് ഒക്കെ ചെയ്തതായിരിക്കും, പക്ഷേ ഫുള്ളി ബ്ലാങ്ക്, ഒന്നും കിട്ടുന്നില്ല. അങ്ങനെ ഒരു അവസ്ഥ നിങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ടോ? ഇത് ചിലപ്പോൾ നിങ്ങൾ എക്സാം എഴുതുമ്പോഴാവാം, ഇനി അതല്ലെങ്കിൽ നിങ്ങൾ എന്തെങ്കിലും ഒരു കാര്യം ഒരു പ്രസൻറ്റേഷൻ്റെ സമയത്താവാം. അങ്ങനെ ഒരു എക്സ്പീരിയൻസ് ഉണ്ടായിട്ടുള്ള ആൾക്കാരാണെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യാം. കാരണം ഈ ഒരു വീഡിയോയിൽ നമ്മൾ സംസാരിക്കാൻ പോകുന്നത് എന്തുകൊണ്ടാണ് അങ്ങനെ പെട്ടെന്ന് നമ്മളെല്ലാം നല്ലപോലെ പഠിച്ചിട്ടുണ്ട്, നല്ലപോലെ പ്രിപ്പയർ ചെയ്തിട്ടുണ്ട്, പക്ഷെ ഒരു ക്വസ്റ്റ്യൻ കാണുമ്പോൾ നമ്മൾ പെട്ടെന്ന് ബ്ലാങ്ക് ഔട്ട് ആയി പോകുന്നത് എന്തുകൊണ്ടാണ്, അതിൻ്റെ സയൻറ്റിഫിക് റീസണും അത് മാറ്റാനുള്ള കുറച്ച് ടിപ്സാണ് ഈ ഒരു വീഡിയോയിലൂടെ പറയുന്നത്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് കാര്യം എന്ന് വെച്ചാൽ നമ്മൾ ഭയങ്കരമായിട്ട് ഇങ്ങനെ സ്ട്രെസ്ഡ് ആവുന്ന സമയത്ത് മിക്കവാറും നമ്മൾക്ക് എക്സാംസ് എന്ന് പറയുന്ന കാര്യം നമ്മളുടെ എല്ലാവരെ സംബന്ധിച്ചിടത്തോളം ഒരു പേടി സ്വപ്നമാണ്, അല്ലെങ്കിൽ ഒരു സ്ട്രെസ്സാണ്. അല്ലെങ്കിൽ ഇത് പാസ്സാവോ, ഇത് എങ്ങനെയായിരിക്കും, ക്വസ്റ്റ്യൻസ് എനിക്ക് ഈസി ആവോ, എനിക്ക് എഴുതാൻ പറ്റുമോ, പല ടെൻഷൻസ് നമ്മളുടെ മനസ്സിലൂടെ കടന്നു പോയിട്ട് നമ്മൾ ആകെ കൂടുതൽ സ്ട്രെസ്ഡ് എൻവയോൺമെൻറ്റിലായിരിക്കും നിങ്ങൾ എക്സാം എഴുതുന്നത് അല്ലേ. അപ്പോൾ നമ്മളിങ്ങനെ ഓവർ സ്ട്രെസ്ഡ് ആകുമ്പം എന്താ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ നമ്മളുടെ ബ്രെയിനിൽ അമിഗ്ഡല എന്ന് പറയുന്ന ഒരു പോർഷൻ ഉണ്ട്, അല്ലെങ്കിൽ ഒരു പോയിന്റ് ഉണ്ട്. അപ്പോൾ ആ ഒരു ഭാഗമാണ് സ്റ്റിമുലേറ്റഡ് ആവുക. അപ്പം അമിഗ്ഡല എന്ന് പറയുന്ന ആ ഒരു ഭാഗം സ്റ്റിമുലേറ്റഡ് ആയി കഴിഞ്ഞാൽ ഇത് പൊതുവേ ഭയങ്കര സ്ട്രെസ്ഡ് ആവുന്ന സമയത്ത്, അല്ലെങ്കിൽ നമുക്ക് പേടി ഉണ്ടാവുമ്പം, അല്ലെങ്കിൽ ആക്ച്വലി പറഞ്ഞാൽ നമ്മളെ മോട്ടിവേഷനും നമ്മുടെ ഇമോഷനും ഒക്കെ കൺട്രോൾ ചെയ്യുന്ന സെൻറ്ററാണ് ഈ അമിഗ്ഡല. പക്ഷെ നമ്മൾ ഭയങ്കര പേടിക്കുന്ന സമയത്തും ഈ അമിഗ്ഡല എന്താവാറുണ്ട്, സ്റ്റിമുലേറ്റഡ് ആവാറുണ്ട്. അമിഗ്ഡല സ്റ്റിമുലേറ്റഡ് ആവുന്ന സമയത്ത് ഇത് കോർട്ടിസോൾ എന്ന് പറയുന്ന ഒരു ഹോർമോണിൻ്റെ പ്രൊഡക്ഷന് കാരണമാവുന്നുണ്ട്. അപ്പോൾ കോർട്ടിസോൾ എന്ന് പറയുന്നത് ഒരു സ്ട്രെസ് ഹോർമോണാണ്. അപ്പം ഇത് എന്തുണ്ടാക്കും, നമ്മൾക്ക് കൈവിറയ്ക്കാനും ആകെ കൂടെ നമ്മൾ വിചാരിച്ച കാര്യങ്ങളെല്ലാം മറന്നു പോകാനും ഒക്കെ കാരണമാവുന്നുണ്ട്. നമ്മൾ ഭയങ്കര നെർവസ് ആയിപ്പോയി. നമ്മൾ ചില ആൾക്കാരൊക്കെ സ്റ്റേജിൽ ആദ്യം എന്തെങ്കിലും ഒരു പ്രസൻറ്റേഷനൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, ആകെ കൂടെ ഇങ്ങനെ വിറച്ച് ഒന്നും പറയാൻ പറ്റാതെ സ്റ്റക്കായി പോകുന്ന സിറ്റുവേഷൻസ് കണ്ടിട്ടുണ്ടാവും. ഇതിലൊരു കാരണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഈ ഒരു അമിഗ്ഡല സ്റ്റിമുലേറ്റഡ് ആവുന്നതാണ്. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഹിപ്പോ ക്യാമ്പസ് നമ്മുടെ അമിഗ്ഡലയുടെ തൊട്ടടുത്ത് തന്നെ കാണുന്നതാണ്. ഈ അമിഗ്ഡലയും ഹിപ്പോ ക്യാമ്പസും ഒക്കെ ചേരുന്ന ലിംബിക് സിസ്റ്റം എന്ന് പറയുന്ന നമ്മുടെ ബ്രെയിനിലൊരു ഭാഗമാണ് നമ്മുടെ ഇമോഷണൽ ബ്രെയിൻ എന്നൊക്കെ അറിയപ്പെടുന്നത്. ഓക്കെ, അപ്പം നമ്മുടെ ഈ ഒരു ഹിപ്പോ ക്യാമ്പസിലാണ് ആക്ച്വലി നമ്മൾ പെട്ടെന്ന് പഠിച്ചിട്ടുള്ള ഷോർട്ട് ടേം മെമ്മറി കാര്യങ്ങളൊക്കെ സ്റ്റോർ ചെയ്യുന്നത്. നമ്മുടെ മെമ്മറി സ്റ്റോറേജ് സെൻറ്റർ ആണെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. പെട്ടെന്ന് നമ്മൾ പഠിച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെ ഹിപ്പോ ക്യാമ്പസിലാണ് ഉണ്ടാവുക. അപ്പോൾ ഇങ്ങനെ സ്ട്രെസ്ഡ് ആവുന്ന സമയത്ത് നമ്മുടെ ഈ ഹിപ്പോ ക്യാമ്പസ് ഇനാക്റ്റീവ് ആവുന്ന ഒരു സിറ്റുവേഷനിലേക്ക് വരും. അതായത് അതിന് നല്ല രീതിയിൽ നമ്മൾ ഈ പഠിച്ച കാര്യങ്ങൾ റീകോൾ ചെയ്യാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ വരും. അങ്ങനെ ആകുമ്പോൾ പിന്നെ നമ്മൾ ഈ പഠിച്ച കാര്യങ്ങൾ എന്തൊക്കെ പഠിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞാലും നമുക്കത് റീകോൾ ചെയ്തെടുക്കാൻ വേണ്ടി പറ്റില്ല. ഇനി മൂന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളുടെ പ്രീ ഫ്രോണ്ടൽ കോർട്ടെക്സ്, അതായത് നമ്മൾ ഒരു മൈൽഡ് സ്ട്രെസ്സൊക്കെ ആണെങ്കിൽ ഓക്കെ, പ്രീ ഫ്രോണ്ടൽ കോർട്ടെക്സിന് ഈ പഠിച്ച കാര്യങ്ങൾ ഓർത്തെടുക്കാനും മെമ്മറി കാര്യങ്ങളൊക്കെ പറ്റും. ഈ പ്രീ ഫ്രോണ്ടൽ കോർട്ടെക്സ് ആണ് നമ്മളുടെ തിങ്കിങ്, ഡെസിഷൻ മേക്കിംഗ് ഇതിലൊക്കെ ഇൻവോൾവ് ചെയ്യുന്നത്. അതുപോലെ തന്നെ നമ്മുടെ മെമ്മറി ലോങ് ടേം മെമ്മറിയിലേക്കൊക്കെ ആകുമ്പോൾ ഇങ്ങോട്ടേക്കൊക്കെ മാറാറുണ്ട്. അപ്പം ഈ ഒരു സമയത്ത് ഓവർ സ്ട്രെസ്ഡ് ആവുന്ന സമയത്ത് പ്രീ ഫ്രോണ്ടൽ കോർട്ടെക്സിന് എഫക്റ്റീവായിട്ട് തിങ്ക് ചെയ്യാനോ ഡെസിഷൻ എടുക്കാനോ ഒന്നും പറ്റാത്തൊരവസ്ഥ വരും. അതുകൊണ്ടാണ് ഒരു സമയം നമ്മൾ പെട്ടെന്ന് ബ്ലാങ്കായ ഒരവസ്ഥ നമുക്ക് വരുന്നത്. ഓക്കെ, അപ്പം ഇത് തന്നെ നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടാവും, നമ്മൾ ആ എക്സാം ഹാളിൽ നിന്ന് ചിലപ്പോൾ ഒന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ, അല്ലെങ്കിൽ നമ്മൾ എക്സാം എഴുതി കഴിഞ്ഞാൽ നമുക്ക് ചിലപ്പോൾ അയ്യോ ഇതായിരുന്നല്ലോ അതിൻ്റെ ആൻസർ എന്ന് നമുക്ക് ഓർമ്മ വന്നിട്ടുണ്ടാവും. പല കുട്ടികളും ഞാൻ പറയണ കേട്ടിട്ടുണ്ട്, എക്സാം ഹാളിൽ നിന്ന് ചിന്തിച്ചിട്ട് അത് കിട്ടിയില്ല, പക്ഷെ വീട്ടിലെത്തിയപ്പം അതിൻ്റെ ആൻസർ കിട്ടിയെന്നുള്ളത്. അതിനൊരു കാരണം എന്താണെന്ന് വെച്ചാൽ വീട്ടിലെത്തിയപ്പോൾ നിങ്ങൾ റിലാക്സ്ഡ് ആണ്, അല്ലെങ്കിൽ നിങ്ങളുടെ എക്സാം കഴിഞ്ഞ് നിങ്ങളെ ബെല്ലടിച്ചത് കേട്ടപ്പോൾ നിങ്ങൾ റിലാക്സ്ഡ് ആണ്. അപ്പം നമ്മുടെ ഈ ഒരു അമിഗ്ഡല അല്ലെങ്കിൽ ഹിപ്പോ ക്യാമ്പസ് പ്രീ ഫ്രോണ്ടൽ കോർട്ടെക്സ് ഇതൊക്കെ നോർമലായി. അപ്പോൾ നമ്മൾ ഈ പറയുന്ന രീതിയിൽ നമ്മൾ റിലാക്സ്ഡ് ആയിട്ടാണ് നിങ്ങൾ എക്സാം എഴുതുന്നത് എന്നുണ്ടെങ്കിൽ ഈ ടെൻഷനും കാര്യങ്ങളും ഉണ്ടാവില്ല, ഈ ബ്ലാങ്ക് ഔട്ട് ആവുന്ന ഇഷ്യൂ ഉണ്ടാവില്ല. അപ്പം നമ്മളിപ്പം പ്രശ്നങ്ങൾ പറഞ്ഞു അല്ലേ, ഇനി എക്സാംസ് ഒക്കെ വരാൻ പോവാണ്. അപ്പോൾ നമുക്കിത് എങ്ങനെ ഓവർകം ചെയ്യാൻ വേണ്ടി പറ്റും, അതിനുള്ള ടിപ്സാണ് പറയാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ നിങ്ങൾ പഠിക്കുന്ന സമയത്ത് അത് നേരത്തെ തന്നെ പഠിച്ചു തുടങ്ങുക. അതായത് കുറച്ചായിട്ട് പഠിച്ചു തുടങ്ങാം. അപ്പോൾ നമുക്ക് എക്സാം ടൈം ആകുമ്പോൾ അത് റിവൈസ് ചെയ്യാനുള്ള സമയം കിട്ടും. അതല്ല നിങ്ങൾ ലാസ്റ്റ് മിനിറ്റ്സിലാണ് പഠിക്കുന്നത്, അല്ലെങ്കിൽ ലാസ്റ്റ് ദിവസങ്ങളിലൊക്കെ പഠിക്കുന്ന സമയത്ത് ഒന്നാമത് നമുക്ക് ടെൻഷൻ ഉണ്ടാകും, ഇത് പഠിച്ചത് ഓർമ്മയുണ്ടാവുമോ, ഇപ്പോൾ പഠിച്ചിട്ടല്ലേ ഉള്ളൂ. രണ്ടാമത്തെ കാര്യം അത് നേരെ പോയിട്ടുള്ളത് ഷോർട്ട് ടേം മെമ്മറിയിലാണ്. അപ്പോൾ നമുക്ക് അവിടെ ഓൾറെഡി ഒരു കോൺഫിഡൻസ് കുറവുണ്ട്. അപ്പോൾ നിങ്ങൾ ഓൾറെഡി എന്ത് ചെയ്യുക, നേരത്തെ തന്നെ പഠിച്ചു തുടങ്ങുക. എക്സാം ടൈമിൽ റിവൈസ് ചെയ്ത് അത് നിങ്ങളുടെ കോൺഫിഡൻസ് കൂട്ടുന്ന ലെവലിലേക്ക് എത്തിക്കുക. രണ്ടാമത്തെ കാര്യം നല്ല രീതിക്ക് ഉറങ്ങുക.
കാരണം നമ്മുടെ ഉറക്കം റെഡി ആയിട്ടില്ലെങ്കിൽ ഈ പറഞ്ഞതുപോലെ സ്ട്രെസ് ഉണ്ടാവാൻ വേറെ എവിടെയും പോകണ്ട. അപ്പോൾ പ്രത്യേകിച്ച് എക്സാം ടൈമിലൊക്കെ ആണെങ്കിൽ നല്ല രീതിക്ക് ഉറങ്ങണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നിങ്ങൾ നേരത്തെ പഠിച്ചു തീർത്തെങ്കിൽ എക്സാം ടൈമിൽ നമുക്ക് നല്ലപോലെ ഉറങ്ങാൻ പറ്റുള്ളൂ. അപ്പോൾ ഉറക്കം ഇതിലൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫാക്ടറാണ്. ആൻഡ് മൂന്നാമത്തെ കാര്യം, നമുക്ക് ഓൾറെഡി നമ്മൾ കുഞ്ഞിന് മുതലേ എന്താണ് നമ്മളെല്ലാവരും പറഞ്ഞ് പേടിപ്പിക്കുന്നത്, എക്സാമാണ് വരാൻ പോകുന്നത്, നല്ലോണം പഠിക്കണം. അല്ലെങ്കിൽ അമ്മമാരായാലും ടീച്ചേഴ്സായാലും എക്സാമിന് മാർക്ക് കുറഞ്ഞാൽ അല്ലേ, എപ്പോഴും നമുക്ക് എക്സാം ഓൾറെഡി നമ്മുടെ മനസ്സിലൊരു പേടി സ്വപ്നമായിട്ട് ഇരിക്കുന്നുണ്ട്. അപ്പം നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങൾ എക്സാമിന് മുമ്പ് ഒത്തിരി കുറേ ടെസ്റ്റുകൾ എടുത്ത് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു എക്സാം പേടി മാറിക്കിട്ടും. അതായത് നിങ്ങൾക്ക് ഓൾറെഡി അറിയാം ഒരു ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ എങ്ങനെ ആൻസർ എഴുതണം. അതായത് നിങ്ങൾ ഓൾറെഡി ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ട്, നിങ്ങൾ റീകോൾ ചെയ്ത് നോക്കിയിട്ടുണ്ടാകും. അപ്പോൾ നമ്മൾ എക്സാമിന് മുമ്പ് നിങ്ങളൊരു മോഡൽ എക്സാമും ഒക്കെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ എക്സാം പേടി മാറിക്കിട്ടും. പിന്നെ ഓൾറെഡി ചില ആൾക്കാരുണ്ടാകും ക്വസ്റ്റ്യൻ കാണുമ്പോൾ തന്നെ അല്ലെങ്കിൽ ചെറിയ കാര്യങ്ങൾക്ക് ഇങ്ങനെ ടെൻഷൻ ആവുന്ന കുറച്ച് ആൾക്കാരുണ്ടാകും. അപ്പോൾ ഞാനും അങ്ങനെയൊക്കെയാണ്, ചെറിയ കാര്യങ്ങൾ വരുമ്പോഴേക്കും വേഗം ടെൻഷനാവും. അപ്പോൾ അങ്ങനത്തെ ആൾക്കാരൊക്കെ ആണെങ്കിൽ നിങ്ങൾ നല്ല രീതിയിൽ ഈ ബ്രീത്തിങ് ടെക്നിക്സ് ഒക്കെ പ്രാക്ടീസ് ചെയ്യുകയാണെങ്കിൽ, നല്ലപോലെ ഡീപ്പ് ബ്രെത്തൊക്കെ എടുത്ത് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുകയാണെങ്കിൽ നമുക്ക് ഈ സ്ട്രെസ്സ് കുറയ്ക്കാൻ അത് ഭയങ്കരമായിട്ട് നിങ്ങളെ ഹെൽപ്പ് ചെയ്യും. ഓക്കെ, അപ്പോൾ ഈ ഒരു 4 ടിപ്സ് ഒന്ന് ഫോളോ ചെയ്ത് നോക്കുക, തീർച്ചയായിട്ടും യൂസ്ഫുൾ ആയിരിക്കും, പ്രത്യേകിച്ച് എക്സാം ടൈമിൽ. അപ്പോൾ ഇതുപോലെ ഇങ്ങനെ ബ്ലാങ്ക് ഔട്ട് ആവുന്ന എക്സ്പീരിയൻസ് നിങ്ങളുടെ ഏതെങ്കിലും ഫ്രണ്ട്സിന് ഉണ്ടായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവർക്കൊക്കെ ഈ ഒരു വീഡിയോ ഷെയർ ചെയ്യുക. നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ കമൻറ്റ് ചെയ്യുക. താങ്ക് യു സോ മച്ച്.